Liam, wake up. School is not time boy. Liam, come on. Wake up. Come on. പെട്ടെന്ന് കഴിക്കണേ, സമയം കേട്ടോ. ഫാസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ലീമോ, My tummy hurts. I don't think I can go to school. കിടക്കള്ള. Daddy, I'm ready. Okay, are you ready? Let's go. Yes. Come on, get your bag. You have any busy days? What's your plan? Today, ഇന്ന് ഡാഡി നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റി കാണിക്കാൻ പോവാ. നമ്മുടെ ഇവിടുത്തെ സ്കൂള്, പാർക്ക്, പൂള്, ഇവിടുത്തെ വീടുകൾ പൊളിക്കത്തില്ല നമ്മൾ. But you forgot something. What? The introduction. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും മല്ലു റിയൽറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Hey guys, this is the park next to my school where I play soccer. ലീമോ, റെഡിയല്ലേ സ്കൂളിൽ പോവാൻ? വയറുവേദനൊന്നും ഇല്ലല്ലോ അല്ലേ? ലീവനെ ഞാൻ ഈ കാറിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ഈ ബ്രിഡ്ജിലൂടെയാണ് അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. പൊമോന കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയാണ് എലിമെൻ്ററി സ്കൂള്. 5th grade വരെ ഉണ്ട്. ഇറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക്. വളരെ നല്ല സ്കൂളാണ് അല്ലേ ലീമ? What you like about your school? I like recess. I like PE. നീ എന്നാ കളിക്കാനാണോ പോണേ? Yeah. Okay. Then my favorite subjects are math, science, and those kinds. Okay. അതേപോലെ ഇത് ഒത്തിരി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പല രാജ്യത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ നെയ്ബർഹുഡും അതുപോലെ തന്നെയാണ്. വളരെ ആക്റ്റീവാണ് ഈ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ബൈ ലിയമോ. സോ ലിയമിനെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിട്ടു. നമുക്ക് പൊമോനയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം പൊമോന എലിമെന്ററി സ്കൂളിന്റെ കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലാഗുകളെല്ലാം. 20 രാജ്യത്തിന്റെ ഫ്ലാഗ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യ, പിന്നെ ബാക്കി ഒരുപാട് രാജ്യങ്ങളിലെ ഫ്ലാഗ്സ് ഉണ്ട്. 20 കൺട്രീസ് എന്നുള്ള സ്റ്റുഡൻസ് ആണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊമോന വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്കിവിടുത്തെ പ്രോഗ്രാംസിന് വേണ്ടി തന്നെ ഒരു ഇവന്റ് കോർഡിനേറ്റർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാമ്പ് പൊമോനയിലാണ്. ക്യാമ്പ് പൊമോനയ്ക്കകത്താണ് നമുക്ക് പൂള്, ജിമ്മ്, സോഷ്യൽ ഹാള്, നമ്മുടെ HOA ഓഫീസ് എല്ലാം വരുന്നത്. നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇന്ന് നമുക്കുണ്ട്. ഫുഡ് ട്രക്സ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊമോനയുടെ പൂൾ ഏരിയയിലാണ്. നമുക്കിവിടെ 2 പൂളാണ്. 2 സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പൂളുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ പൂളിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഫിറ്റ്നസ് സെൻറ്റർ. അത് 24/7 അത് ഓപ്പൺ ആണ് നമുക്ക്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് സോഷ്യൽ ഹോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയുടെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ബായ് പോകുന്നത്. അതിൻ്റെ സൈഡിൽ കൂടി എല്ലാം വാക്ക് വേസ് കൊടുത്തിട്ടുണ്ട്. ഈ എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ്സ് എ ലോങ് വാക്ക്. നിങ്ങൾക്ക് രാവിലെ എക്സസൈസ് ചെയ്യാനൊക്കെ ഒരുപാട് നടക്കാനായിട്ടുള്ള വാക്ക് വേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പൊമോന കമ്മ്യൂണിറ്റിയിലെ ജിമ്മ്. ഇവിടുത്തെ റെസിഡൻസിന് നമുക്കൊരു ആപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ സോഷ്യൽ ഹാൾ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാം ഫോർ എ സ്മോൾ പ്രൈസ്. സോ ഇതുവരെയും ഞാൻ നിങ്ങളെ പൊമോന എന്ന കമ്മ്യൂണിറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടെ പണിയാൻ പറ്റുന്ന കുറച്ച് വീടുകൾ കാണാം. നമുക്ക് 50 foot വലിയ സെക്ഷൻസിൽ ഓൾമോസ്റ്റ് കവൻട്രി ഒഴിച്ച് ബാക്കി പെറി ഹോംസ്, ടോൾ ബ്രദേഴ്സ്, ബാക്കി എല്ലാവരും സോൾഡ് ഔട്ടായി. നമുക്കിനി കുറച്ച് ലോട്ട്സ് മാത്രമേ 60 foot 65 വലിയ സെക്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ചെറിയ സെക്ഷൻസിൽ നമുക്ക് ഡേവിഡ് വീക്ലിയും ഹൈലൻഡും ഉണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇനി ഞാൻ നിങ്ങളെ കവൻട്രി ഹോംസിൻ്റെ പൊമോനയിൽ ഒരു മോഡൽ ഹോമാണ് കാണിക്കുന്നത്.
ഇത് നമ്മുടെ ഒരു മലയാളി എൻ്റെ സുഹൃത്താണ് ഇത് ഓൺ ചെയ്യുന്നത്. ഇത് അവൈലബിൾ അല്ല, പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് പണിയാനും അതുപോലെ തന്നെ ഇൻവെൻറ്ററി ഹോംസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റഡി റൂമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി റൂം ആ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമും അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്, പക്ഷേ കവൻട്രി ഇതിനെ ഒരു ബേബി റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുറകിൽ ഒരു 2 ഇഞ്ച് അല്ല 1.5 ഇഞ്ച് വുഡ് പാനലിങ് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വൈറ്റ് തീമിന് അത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് മൊത്തത്തിലൊരു ഗ്രേഷ് തീം ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എലിഗൻറ്റ് ലുക്ക് ഈ റൂമിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പം ഒരു ഹാഫ് ബാത്ത് ഈ ഏരിയയിലുണ്ട്. എൻട്രൻസിൻ്റെ ഇതുവഴി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്പൈറൽ സ്റ്റെയർ കേസ്, നമുക്കൊരു റൊട്ടൻഡ കൊടുത്തിട്ടുണ്ട് വിത്ത് ഷാൻലിയർ. കംപ്ലീറ്റ് ഫ്ലോറിങ് ഇത് കൊടുത്തിരിക്കുന്നത് LVP ആണ്. LVP ഒരു പുതിയ ട്രെൻഡിങ് മെറ്റീരിയലാണ്, ലക്ഷറി വൈനൽ പ്ലാങ്ക്സ്. ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ്. മെയിൻ്റനൻസ് ഭയങ്കര ഈസിയാണ് നമുക്കിതിന്. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ലുക്ക് അറ്റ് ദിസ് കിച്ചൺ. എത്ര സുന്ദരമായ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് 42 ഇഞ്ച് 42 ഇഞ്ച് ക്യാബിനറ്റിന് മേളിൽ നമുക്കൊരു 16 ഇഞ്ച് എക്സ്ട്രാ ഒരു അഡീഷണൽ ക്യാബിനറ്റ് വിത്ത് ഗ്ലാസ് നമുക്ക് നമ്മുടെ ആക്സസറീസൊക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വിശാലമായ ഒരു ഓപ്പൺ ഏരിയയാണ്, ലിവിങ് വിത്ത് ഡൈനിങ്. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, പാൻട്രി. കാരണം ഇതിൻ്റെ പാൻട്രി എടുത്തു പറയേണ്ടതാണ്. ലുക്ക് അറ്റ് ദിസ്. ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു പാൻട്രി വേറെ ഒരു വീടിന് ഞാൻ കണ്ടിട്ടില്ല. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഈ വീടിന് കിച്ചണിൽ നമുക്ക് 2 ഓവനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മേളിൽ മൈക്രോവേവ്. ഒരു കാര്യം കൂടെ എനിക്ക് കാണിക്കാനുള്ളത്, സിങ്ക് വൈറ്റ് കളർ ഫാം സിങ്കാണ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പ് ലിവിങ് റൂമിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. ഈ ലിവിങ് റൂമിന് നമുക്ക് 24 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും 24 ഫീറ്റ് തന്നെ നമ്മുടെ ഫയർ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഫയർ പ്ലേസ് ഇത് ഇലക്ട്രിക് ഫയർ പ്ലേസ് ആണ്. അതുപോലെ തന്നെ 24/48 മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ഓൾ ദ വേ ടു ദ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീട്ടിലെ ഏറ്റവും വലിയ അപ്ഗ്രേഡിൽ ഒന്നാണ് ഈ സ്ലൈഡിംഗ് ഡോറ്, ഗ്ലാസിൻ്റെ സ്ലൈഡിംഗ് ഡോറ്. നമുക്കിത് പുഷ് ചെയ്ത് 2 ഡോർസ് നമുക്ക് പുഷ് ചെയ്തിട്ട് ഈ സൈഡ് വരെ പോകും. നമ്മളൊരു ഇവൻറ്റ്സ് ഒക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോറും ഇൻഡോർ സ്പേസിനെയും കൂടെ മെർജ് ചെയ്തിട്ട് നല്ലൊരു ഇവൻറ്റ്സ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പാറ്റിയോ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25 അടി വലിപ്പമുള്ളൊരു പാറ്റിയോ ആണ് വിത്ത് ഔട്ട്ഡോർ കിച്ചൺ, ഗ്രില്ലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു ബാക്ക് യാർഡും നമുക്ക് ഈ വീടിനുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ ഡൈനിങ് റൂം. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണെങ്കിലും അവർ ഇല്ലാത്തതുകൊണ്ട് കഴിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. ഇതാണ് ഈ വീടിൻ്റെ പ്രൈമറി ബെഡ്റൂം. ഇത് 17/15 ആണ് ഈ പ്രൈമറി ബെഡ്റൂമിൻ്റെ സൈസ്. നമുക്കൊരു കിങ് സൈസ് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 നൈറ്റ് സ്റ്റാൻഡും അതുപോലെ 2 ചെയേഴ്സും ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെസ്റ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗസ്റ്റ് ബെഡ്റൂം ആ ബേബി റൂം പോലെ സെറ്റ് ചെയ്തേക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാനലിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈമറി ബാത്റൂമിലോട്ട് വരുമ്പോഴത്തേനും നല്ല മനോഹരമായ വിൻഡോസിൻ്റെ 2 സൈഡിലും നമുക്ക് 2 സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ടബ്. ടൈൽസ് നോക്കുവാണെങ്കിൽ 12/24 പോർസലിൻ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻസൈഡിൽ നല്ല മനോഹരമായ സബ്വേ ടൈൽസ് അതിൻ്റെ ബാക്ക് എൻഡിൽ ഒരു വോളിൽ മാത്രം കൊടുത്തിട്ട് നമുക്കൊരു സിറ്റിംഗ് സ്പേസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിപ്പം കുറച്ച് സാമ്പിൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഈ വീടിൻ്റെ ഒരു നമുക്ക് ഒരു ക്ലോസറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കമോഡും കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗെയിം റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗെയിം റൂമിൽ നമുക്കൊരു പൂൾ ടേബിൾ ഇട്ടിട്ട് നമുക്കൊരു 4 സ്പേഷ്യസ് ആയിട്ടുള്ള 4 ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഒരു ഫൂസ്ബോൾ കോഫി ടേബിൾ. ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഫൂസ്ബോൾ ഇഷ്ടമുള്ളവർക്ക് ഫൂസ്ബോൾ കോഫി ടേബിൾ. ഈ സൈഡിലൊരു ഓപ്പൺ തിയേറ്റർ റൂമാണ് കൊടുത്തിരിക്കുന്നത്, മീഡിയ റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട് നമ്മൾ പണിയുവാണെങ്കിൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഒരു ട്രൂ തിയേറ്ററായിട്ട് പണിയാനുള്ള
ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മൂന്നാമത്തെ ബെഡ്റൂം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പം ഈ ബെഡ്റൂമിനും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്തായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂം ബാക്കിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു കോൺട്രാസ്റ്റ് ഒരു ബ്ലാക്ക് തീമിലാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെയർ കയറി വരുന്നതിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് മറ്റേ രണ്ട് ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട്. ഇത് രണ്ടും കിഡ്സ് റൂമിൻ്റെ ഒരു തീമിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു വോക്ക് ഇൻ ക്ലോസറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങേ സൈഡിലായിട്ട് നമുക്ക് ഫിഫ്ത്ത് ബെഡ്റൂം ഈ ഒരു പോർഷൻ ഒരു ഗേൾലി തീമിൽ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു കിഡ്സിൻ്റെ റൂമായിട്ട് തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പാനലിംഗ് ഇല്ല, അതിന് പകരം ഒരു പിങ്കും ഗ്രേയും ഒരു ടോൺ കൊടുത്തിട്ട് വൈറ്റിലത് ആ ഒരു പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാം. കാരണം ഒരുപാട് നടക്കാനുണ്ട്. അതുപോലെ വിശാലമായിട്ടുള്ളൊരു വീടാണ്. നിങ്ങൾ വേറെ വർക്കൗട്ടൊന്നും ചെയ്യേണ്ട. ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തോട് നടന്നാൽ മതി. ഇനി ഇതിൻ്റെ സ്പെക്കിലേക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. 4100 സ്ക്വയർ ഫുട്ടേജാണ്. 5 ബെഡ്റൂം 4.5 ബാത്ത്. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞോളൂ ഈ ഗെയിമിംഗ് സ്പേസും ഈ ഒരു മീഡിയ റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുന്നിടത്ത് ഒരു ഓഫീസ് സ്പേസും ഉണ്ട്. ഇനി പൊമോന ഓൾമോസ്റ്റ് നമുക്ക് വീടുകളെല്ലാം തന്നെ വിറ്റ് തീരാറായി. ഈ ഒരു 60 ഫുട്ട് പ്രോഡക്റ്റ് നമുക്കിനി ഒരു 19 ഇൻവെൻറ്ററി ഹോംസ് നമുക്ക് പണിതിട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പണിയാനാണെങ്കിൽ ഒരു 22 ലോട്ട്സ് കൂടെ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഈ പൊമോന എല്ലാം കൊണ്ടും ഒരു മിഡിലാണ്. കാരണം നമുക്ക് എല്ലായിടത്തോട്ടും പോകാനായിട്ടൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലൊക്കേഷൻ. കൂടുതലും മെഡിക്കൽ സെൻറ്ററിലോട്ട് എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ശേഷം ഞാൻ ഈ പണി നടക്കുന്ന സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിക്കാം. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോട്ടുകൾ. നമുക്ക് 22 ലോട്ട്സ് അവൈലബിൾ ആണ്. 2800 മുതൽ 4200 വരെ നമുക്ക് സ്ക്വയർ ഫുട്ടേജിൽ ഇവിടെ വീടുകൾ പണിയാം. നമുക്കൊരു 500 to 750, 800 റേഞ്ചിലുള്ള വീടുകളാണ് ഈ 60 ഫുട്ട് പ്രോഡക്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻവെൻറ്ററി ഹോംസും നമുക്ക് കാണാം. അവിടെ ഫ്രെയിമിംഗ് സ്റ്റേജിലേക്ക് നമുക്ക് ഇൻവെൻറ്ററി ഹോംസും വന്നിട്ടുണ്ട്. കുറച്ച് ഇൻവെൻറ്ററീസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 50 ഫൂട്ടിൽ 4 വീട് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അത് 400 to 500 റേഞ്ചിൽ നമുക്കൊരു 4 വീടും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. പൊമോനയിൽ നമുക്ക് വലിയ വീടുകൾ മാത്രമല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോംസും നമുക്കിവിടെ ഉണ്ട്. ഹൈലൻഡ് ഹോംസും ഡേവിഡ് വീക്ലിയും നമുക്കൊരു 350s ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു സെക്ഷൻ 40 ഫുട്ട് 38-40 ഫുട്ട് സെക്ഷൻസ് ആണ്. പക്ഷേ ഇതിനും മനോഹരമായ ഒരു കിഡ്സിന് ഉള്ള ഏരിയ എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിലാണ് ഇതിൻ്റെ ഒരു വീടുകളെല്ലാം പണിയുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് കാണണമെങ്കിൽ ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ, ഐ വിൽ സെൻഡ് ഇറ്റ് ചെയ്യും. ഇപ്പം നിൽക്കുന്നത് സ്പോർട്സ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പൊമോനയിൽ ഒരു വോളിബോൾ കോർട്ട് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ, പിക്കിൾ ബോൾ, ഈ മൂന്നും ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊക്കെ കളിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ടൊരു സ്പ്ലാഷ് പാഡും ഇതുമെല്ലാം ആ സൈഡിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൊമോനയിലെ ദ ഗ്രൂവ്. അവിടെ നമുക്കൊരു പവലിയൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേയ്സും പാർട്ടീസും ചെറിയ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അവിടെ തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്ലേസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ 100-ൽ പരം വർഷം പഴക്കമുള്ള മരങ്ങളെ ഈ പൊമോന സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാതെ അവിടെ നിർത്തിയിരിക്കുക. ഞാനും ഇടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ് എന്തെങ്കിലും കണ്ടുപിടിച്ചതുപോലെ വല്ലതും വീണ് പുതിയ ഐഡിയാസ് എല്ലാം കിട്ടിയാലോ, അങ്ങനെ കിട്ടുവാണെങ്കിൽ അതുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊമോനയിലെ ലേക്കിൻ്റെ സൈഡിലാണ്. ഇവിടെ നമുക്ക് കയാക്കിങ്ങിനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ 1-2 ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കയാക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ലേക്ക് വ്യൂ ഹൗസസ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം സോൾഡ് ഔട്ടാണ്. ബട്ട് ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊമോനയിലെ ഫിഷ് ക്യാമ്പിലാണ്. എൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ ഇവിടുത്തെ നെയ്ബർ അവർ ഫിഷ് ചെയ്യാണ്. ഹൗ ഡു യു ലൈക്ക് പൊമോന? Pomona is great. I love fishing here. It's a pretty good fish here. Great community. Everybody's nice. Everybody's respectful. It's very clean out here too. So if you want to come out here, just relax and everything. It's a great community out here. Thanks, buddy. Thank you.
അവരവിടെ ഫിഷ് ചെയ്തിട്ട് അവരെ നമുക്ക് ശല്യപ്പെടുത്തണ്ട. സോ ഇതാണ് പൊമോനയുടെ ഫിഷ് ക്യാമ്പ്. അതുപോലെ തന്നെ ഫിഷ് ക്യാമ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെ ഒരു പാർക്കുണ്ട്. അതൊരു ഐലൻഡ് പോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊമോനയെക്കുറിച്ചുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റികളെക്കുറിച്ചോ ഏതെങ്കിലും ബിൽഡേഴ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെങ്കിലോ അതിൻ്റെ വീഡിയോ ടൂസ് വേണമെങ്കിലോ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും വിളിക്കാം. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ടെക്സസിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഔട്ട് ഓഫ് സ്റ്റേറ്റോ ഔട്ട് ഓഫ് കൺട്രിയിലോ നിങ്ങളാണെങ്കിലും നിങ്ങൾക്കിവിടെ വീട് വാങ്ങിക്കാനുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് എനി ടൈം എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ സൈനിങ് ഓഫ് മല്ലു റിയൽറ്റർ.